നമസ്കാരം. KCR എന്നാൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ K. ചന്ദ്രശേഖര റാവു എന്ന അതികായനാണ്. തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകരിക്കാനുള്ള പോരാട്ടം നയിക്കുകയും തെലങ്കാനയെ 10 വർഷം മുഖ്യമന്ത്രിയായി അടക്കി ഭരിക്കുകയും ചെയ്ത KCRുമായി അതേപടി താരതമ്യപ്പെടുത്താൻ ആയില്ലെങ്കിലും മറ്റൊരു അതികായനായ KCR കേരളത്തിലുമുണ്ട്. അതാണ് KC രാജഗോപാലൻ എന്ന KCR. VS അച്യുതാനന്ദന്റെ തേരോട്ട കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ KCR ആയിരുന്നു ആ അശ്വമേധത്തിന് ചുക്കാൻ പിടിച്ചത്. പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടറി ആരാകണമെന്ന് വരെ പതിറ്റാണ്ടുകളോളം തീരുമാനിച്ച കിങ് മേക്കറാണ് KCR. പത്തനംതിട്ട ജില്ലയിലെ SFI പ്രവർത്തകരെ വരെ പേരെടുത്ത് വിളിക്കാൻ തക്ക പരിചയവും ബന്ധവും KC രാജഗോപാലിനുണ്ടായിരുന്നു. VSന് വേണ്ടി KCR നയിച്ച വെട്ടിനിരത്തലിൽ തലയറ്റു വീണവർ നിരവധി. ആറന്മുള MLA ആയി KCR ജയിച്ചു കയറിയത് സാമുദായിക സമവാക്യങ്ങളുടെ പിന്തുണയിൽ നിന്നായിരുന്നില്ല. ആകെ കാലിടറിയത് ആറന്മുള വിമാനത്താവളത്തിനായുള്ള കരുനീക്കത്തിൽ മാത്രം. സ്വന്തം മണ്ഡലത്തിൽ വിമാനത്താവളത്തിനപ്പുറം എന്തു വികസനം എന്ന ചിന്തയായിരുന്നു അദ്ദേഹത്തെ നയിച്ചത്. KCR കൊണ്ടുവന്ന കത്തിന് ചുവപ്പുകൊടി കാണിച്ചില്ല VS. വിമാനത്താവള വിരുദ്ധ സമരം മുറുകിയപ്പോൾ KCRനും അടിപതറി. മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട് തിരിച്ചടിയേറ്റു. കഴിഞ്ഞ തവണ പ്രായപരിധിയുടെ പേരിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ KCR CITU നേതൃത്വത്തിൽ തുടർന്നു. ഇതിനിടയിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കടന്നുവരും. മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റാകാൻ കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി സ്റ്റാലിന്റെ വലങ്കൈ കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഇടം തിരിഞ്ഞു നിന്നു. പാർട്ടി പദവിയിൽ നിന്ന് ഒഴിഞ്ഞെങ്കിലും കരുത്തനായ KC രാജഗോപാലൻ ഒരിക്കൽ കൂടി മെഴുവേലി പഞ്ചായത്തിനെ നയിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ KCR മത്സരിക്കാൻ മടിച്ചില്ല. സോവിയറ്റ് യൂണിയനെ ഏകാധിപത്യത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയ സ്റ്റാലിന്റെ അതേ പേരിലുള്ള ഏരിയ സെക്രട്ടറി തനിക്കെതിരെ ചരടുവലി നടത്തിയെന്നാണ് KCR പറയുന്നത്. തന്നെ തോൽപ്പിക്കാനും ഏതെങ്കിലും തരത്തിൽ വിജയിച്ചാൽ മെഴുവേലി പഞ്ചായത്തിന്റെ ഭരണം ഇടതുമുന്നണിക്ക് കിട്ടാതിരിക്കാനും സ്റ്റാലിൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചു എന്ന് KCR പരസ്യമായി പറഞ്ഞു. അതായത് യഥാർത്ഥ ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനിൽ നടത്തിയ ദി ഗ്രേറ്റ് പേർജ് എന്ന ശുദ്ധീകരണ പരിപാടി പോലെ എതിരാളികളെ തച്ചുടയ്ക്കുന്ന പരിപാടി കോഴഞ്ചേരിയിലെ സ്റ്റാലിനും നടത്തിയെന്നാണ് KCR ആരോപിക്കുന്നത്. മെഴുവേലി പഞ്ചായത്തിൽ കോഴഞ്ചേരി ഏരിയ ആയാലും ഏരിയ നേതൃത്വത്തിന് പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറിയുടെ വെളിപ്പേട ഞാൻ ജയിക്കരുതെന്നും പഞ്ചായത്ത് കിട്ടരുതെന്നും അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. എനിക്കെതിരെ ഏതെല്ലാം ജാതി ഈ വാർഡിലുണ്ടോ അവരെ കൊണ്ടെല്ലാം വിളിച്ചു പറയിപ്പിക്കാം, അങ്ങനെയൊക്കെ ചെയ്ത്. പഴയ വെട്ടിനിരത്തൽ KCRും ഉപേക്ഷിച്ചില്ലെന്നാണ് കോഴഞ്ചേരിയിലെ സ്റ്റാലിൻ പക്ഷത്തിന്റെ വാദം. ഏരിയ സെക്രട്ടറിയുടെ വിശ്വസ്തൻ മത്സരിച്ച വാർഡിലെ വിമത സ്ഥാനാർത്ഥിയെ KC രാജഗോപാലൻ നിർത്തിയതാണെന്ന ആരോപണവും ഇവർ ഉന്നയിക്കും. പഴയ പോരാളിയുടെ കാർക്കശ്യത്തോടെ KCR അരയും തലയും മുറുക്കി അരങ്ങിലിറങ്ങിയ പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ വെട്ടിലായത് CPIM ജില്ലാ നേതൃത്വം കൂടിയാണ്. KCRന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ലാത്ത പാർട്ടി മുൻ ജില്ലാ കമ്മിറ്റി അംഗം K. പ്രകാശ് ബാബു പക്ഷേ KCRനെതിരെ ശബ്ദമുയർത്തി. VSന്റെ ആശീർവാദത്തോടെ KCR ജില്ലയിൽ നടത്തിയ രാഷ്ട്രീയ ശിരച്ഛേദത്തിൽ കബന്ധമായി മാറിയവനാണ് താനെന്ന് പ്രകാശ് ബാബു സാമൂഹ്യ മാധ്യമത്തിൽ തുറന്നെഴുതി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനായുള്ള ആശയ പോരാട്ടമായിരുന്നു അന്ന് നടത്തിയതെന്നും ആ പോരാട്ടത്തിൽ തരിമ്പ് പശ്ചാത്താപമില്ലെന്നും KCR മറുവെട്ട് വെട്ടി. ഞാനിപ്പോഴും ആ പക്ഷത്താണല്ലോ, ഞാനിപ്പോഴും VS പക്ഷത്താണ്. അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. VSനെ മറന്നൊരു കളിയില്ല. സ്റ്റാലിനാണോ KCR ആണോ ശരിയെന്ന് തീരുമാനിക്കാനും നടപടിയെടുക്കാനും CPIM ജില്ലാ നേതൃത്വത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പല്ലുകൊഴിഞ്ഞെങ്കിലും സിംഹം തന്നെയാണെന്ന് KCR അനുകൂലികൾ അടക്കം പറയും. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലുള്ള KCRനെ നടപടി കൊണ്ട് നേരിടുക എന്നത് CPIMന് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ് താനും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് കടന്നുകൂടിയതാണെങ്കിലും KCR പിണങ്ങിയിറങ്ങിയാൽ കാര്യം അവതാളത്തിലാകുമെന്ന് CPIM ജില്ലാ നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. എന്തിന് KCR പഞ്ചായത്തിലേക്ക് മത്സരിച്ചു എന്ന ചോദ്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നെങ്കിലും അതിനപ്പുറത്തേക്ക് കടക്കാൻ ജില്ലാ നേതൃത്വം താല്പര്യപ്പെടുന്നുമില്ല. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി KCRന്റെ തുറന്നു പറച്ചിൽ ഒതുങ്ങട്ടെ എന്നുള്ളതാണ് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അടക്കമുള്ള നേതാക്കളുടെ മനോഗതം. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടി കയറ്റി കളിക്കല്ലേ എന്ന മനോഭാവത്തോടെ താടി തടവിയിരിക്കുകയാണ് KCR എന്ന KC രാജഗോപാലൻ. പാർട്ടിക്ക് തലവേദനയായ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത CPIMന് KCR എന്ന കാര്യരുമ്പിന് എന്തു ചെയ്യാനാകും? കാത്തിരുന്നു കാണാൻ തയ്യാറാണ് പരുന്ത്. അപ്പോൾ നിങ്ങളോ? വീണ്ടും അടുത്ത ആഴ്ച കാണാം.
കാണാം.